ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും NR വ്ലോഗ്സ് കുമരത്തിലേക്ക് സ്വാഗതം. നമ്മളതൊരു 90s കിഡ്സ് സ്പെഷ്യൽ വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ സൗഹൃദങ്ങൾക്കും NR വ്ലോഗ്സ് കുമരത്തിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് 90s കിഡ്സ് സ്പെഷ്യൽ വ്ലോഗ് എന്ന് പറയാൻ കാരണം നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കഴിച്ചിട്ടുള്ള ചില മുട്ടായികളൊക്കെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 90s കിഡ്സ് സ്പെഷ്യൽ എന്ന് ഈ ഒരു വ്ലോഗിൽ നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ആദ്യം കാണിച്ചു തരാം. അതിനുശേഷം അതിൻ്റെ കുറച്ച് ഓർമ്മകളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ പറയാം. നമുക്ക് നെക്സ്റ്റ് ഉള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് എന്തായാലും മുട്ടായികളൊക്കെ കാണിച്ചു തന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. അങ്ങനെ നമ്മൾ വാങ്ങിച്ച കുറച്ച് മുട്ടായികളാണ്. നമ്മുടെ 90s കിഡ്സിൽ ഏറ്റവും ഒരു പ്രാധാന്യം അർഹിക്കുന്ന മുട്ടായിയാണ് നമ്മൾ ഈ ആദ്യം എടുക്കുന്നത്. തേൻ മുട്ടായി. നമ്മൾ ഏകദേശം ഒരു ചെറുപ്പത്തിലൊക്കെ 20 പൈസ അല്ല 25 പൈസക്കൊക്കെ മേടിച്ചിട്ടുള്ള മുട്ടായിയാണ് തേൻ മുട്ടായി. അതുപോലെ തന്നെ ഗ്യാസ് മുട്ടായി എന്ന് പറയും ഈ ഒരു മുട്ടായി. അതുപോലെ തന്നെ ഇത് ചക്രമാണ്. ഈ ഒരു മുട്ടായി എന്ന് പറയുന്നത് ചക്രമാണ്. നമ്മൾ നൂലിലിട്ട് കറക്കാവുന്ന സൈസിലെ മുട്ടായിയാണ്. അതുപോലെ തന്നെ പ്രധാനമായിട്ടൊരു മുട്ടായിയാണിത്. ശർക്കര മുട്ടായി എന്ന് പറയും. അതുപോലെ തന്നെ ജീരക മുട്ടായി, പുളിജാമ്, അതുപോലെ തന്നെ കടലമുട്ടായി ഉണ്ട്. കടലമുട്ടായിയാണ് നമുക്ക് ഏറ്റവും ചെറുപ്പത്തിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് മുട്ടായികളിൽ കടലമുട്ടായി, തേൻമുട്ടായി ഒക്കെയാണ്. അപ്പോൾ അതുപോലെ തന്നെ അടുത്തത് നമ്മൾ ബീഡി മുട്ടായി എന്ന് പറയും. ഏകദേശം ഒരു ബീഡിയുടെ ഷേപ്പാണ്. നല്ല അടിപൊളി മുട്ടായിയാണ്. അതുപോലെ തന്നെ നാരങ്ങ മുട്ടായി ഉണ്ട്. നല്ല മഞ്ഞ കളറും അതുപോലെ തന്നെ ഓറഞ്ച് കളറിലും നാരങ്ങ മുട്ടായി ഉണ്ട്. അതുപോലെ തന്നെ പോപ്പിൻസ് ഉണ്ട്. പല കളറിൽ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ നമ്മൾ ഓരോ കളറിന് വേണ്ടി വാശി വെച്ച് മേടിച്ചൊരു മുട്ടായിയാണ് പോപ്പിൻസ്. അതുപോലെ തന്നെ ഇത് കട്ടി മുട്ടായി എന്ന് പറയും. നമ്മുടെ കടകളിലൊക്കെ ഇരിക്കുന്ന കട്ടിയുടെ ത്രാസിൻ്റെയും കട്ടിയുണ്ട്. അപ്പോൾ അതുപോലത്തെ ആ ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ജെംസ് മുട്ടായി ഉണ്ട്. അപ്പോൾ നമ്മൾ പറയാത്തതായിട്ടുള്ളൊരു മുട്ടായിയാണ് തീര് മുട്ടായി. ഇതിൻ്റെ പേര് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ആനയും കുതിരയും പക്ഷികളും അതുപോലെ തന്നെ മൃഗങ്ങളൊക്കെ ഒരുപാട് ഇതിനകത്തുണ്ട് ഈ മുട്ടായിക്കകത്ത്. അപ്പോൾ ഇതിനു വേണ്ടി തന്നെ നമ്മൾ ഈ ഒരു ആപ്പിൾ ഷേപ്പുള്ള ഈ മുട്ടായികൾ മേടിക്കുമായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് തേൻ മുട്ടായിയാണ്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ വീടിനടുത്ത് തന്നെ ഒരു പാലമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി നടന്ന് കുറച്ചുകൂടെ ദൂരം പോകുമ്പോൾ റോഡിൻ്റെ സൈഡിൽ തന്നെ ചെറിയ വഴിയാണ് അന്നത്തെ കാലത്ത്. ഇപ്പോൾ ഒരു ചെറിയ റോഡായിട്ടുണ്ട്. അപ്പോൾ ആ വഴിയുടെ സൈഡിൽ തന്നെ ചെറിയ കവുങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് വീഴുന്ന പാക്കുകളൊക്കെ എടുത്തിട്ട് നമ്മൾ കടയിൽ കൊണ്ട് കൊടുത്തിട്ട് 25 പൈസ അല്ലെങ്കിൽ 50 പൈസയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലുള്ള തേൻ മുട്ടായികളും അതുപോലെ കടല മുട്ടായിയൊക്കെ മേടിച്ച് കഴിക്കുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് കുട്ടിക്കാരെ ഓർമ്മകളാണ് ഇതൊക്കെ. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഓർമ്മകളുണ്ടെങ്കിൽ നിങ്ങളിതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം എന്തായാലും ആ പഴയ ടേസ്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് കുറച്ച് മുട്ടായികൾ മാത്രം ഒന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ തേൻ മുട്ടായി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം. തേന ഇപ്പം നമുക്ക് ആദ്യം ഒരു തേൻ മുട്ടായി എടുത്തിട്ട് ഇങ്ങോട്ട് കാണിച്ചു കൊടുത്ത്. ഇതിനകത്തുനിന്ന് ഇങ്ങനെ പണ്ടിങ്ങനെ നമ്മളിങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ തേനൊക്കെ ഇങ്ങനെ ഒഴിവായിരുന്നു. ഇപ്പം അങ്ങനെ ഉണ്ടോയെന്ന് അറിയത്തില്ല. ഇതിപ്പോൾ അങ്ങനെ അത്രയും തേനൊന്നുമില്ല. ഇങ്ങനെ തേൻ ഇങ്ങനെ ഒഴുകി ഇറങ്ങുമായിരുന്നു. അപ്പം ഞാനത് കഴിച്ച് നോക്കാം. ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ എന്നിട്ട് പറയാം. പഴയ ടേസ്റ്റ് ഇതിനുണ്ട്, എന്നാലും കുറച്ചുകൂടെ മധുരം കൂടുതലാണ്. അപ്പോൾ പണ്ടത്തെയൊക്കെ സമയത്ത് നമ്മൾ ഒരുപാട് വാങ്ങിച്ച് കഴിച്ചിട്ടുള്ളൊരു മുട്ടായിയാണ് തേൻ മുട്ടായി എന്ന് പറയുന്നത്. അപ്പം പഴയൊരു ഓർമ്മകളിലൂടെയാണ് നമ്മൾ ഈ വ്ലോഗ് പോകുന്നത്. എന്തായാലും നമുക്ക് അടുത്തൊരു മുട്ടായിയുടെ ടേസ്റ്റ് ചെയ്യാം.
അപ്പോൾ അടുത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് കടലമുട്ടായിയാണ്. അപ്പോൾ പണ്ടെല്ലാം ചെറിയ ചെറിയ പീസായിട്ട് നമ്മുടെ കടകളിൽ 1 രൂപയ്ക്ക് അല്ലെങ്കിൽ 50 പൈസയ്ക്ക്, അല്ലെങ്കിൽ നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് 20 പൈസയ്ക്കോ 25 പൈസയ്ക്കോ വരെ കിട്ടിക്കൊണ്ടിരുന്ന മുട്ടായിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് പൊട്ടിച്ച് ടേസ്റ്റ് പറയാം. അത് കാണിച്ചിട്ട് നമ്മളൊരു കഷ്ണം കടലമുട്ടായി എടുത്തിട്ടുണ്ട്. അപ്പോൾ പഴയതിനേക്കാളും കട്ടി കൂടുതലാണ്. പണ്ടൊക്കെ നൈസ് സാധനമായിരുന്നു, ചെറിയൊരു കടലമുട്ടായിരുന്നു. ഇന്ന് അതിൻ്റെ വലിപ്പം കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് പഴയതുപോലാണോ എന്ന് പറയാം. ഇതിൻ്റെ ടേസ്റ്റ് പഴയതുപോലെ തന്നെയാണ്, എന്നാൽ കുറച്ചുകൂടി കട്ടി കൂടിയിട്ടുണ്ട്. നമ്മുടെ പണ്ട് ഇതിൻ്റെ ഒരു ചെറിയൊരു പീസ് മേടിക്കുമ്പോൾ തന്നെ നൈസ് സാധനമാണ്. അപ്പം കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ട്, എന്നാലും നമ്മുടെ ആ പഴയ ടേസ്റ്റ് പോയിട്ടില്ല. അതുപോലെ എന്നാലും ഇതിനകത്ത് കുറച്ചുകൂടെ കട്ടിയാണ്. എന്തായാലും ഈ ഒരു മുട്ടായിയൊക്കെ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേരെന്നൊക്കെ പറയണം. കടലമുട്ടായി എന്നാണ് നമ്മൾ പറയുന്നത്. വേറെ എന്തെങ്കിലും പേരുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് പുളിജാമാണ്. നമ്മൾ ഏകദേശം ഒരു 25 പൈസയ്ക്കൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വാങ്ങിച്ചിട്ടുള്ളൊരു മുട്ടായിയാണ് ഈ ഒരു പുളിജാം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കഴിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ്, എന്താ പറയുക, പഴയ ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ഇപ്പോൾ പറയാം. പഴയതിലും വലിപ്പം കൂടിയിട്ടുണ്ട് കേട്ടോ. പണ്ട് ചെറിയൊരു മുട്ടായി ആയിരുന്നു, അപ്പോൾ ഇതിന് കുറച്ചുകൂടെ വലിപ്പം കൂടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇത് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. അങ്ങനെ കടിച്ചപ്പോൾ തന്നെ അതിൻ്റെ ആ ജെല്ല് പോലുള്ള പുളിയുടെ സംഭവം എല്ലാം വെളിയിൽ വന്നു. അതേ ടേസ്റ്റ് തന്നെ, നല്ല അടിപൊളി. അപ്പം കാരണം സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ആ ഒരു സമയത്ത് നമ്മൾ കഴിച്ചിട്ടുള്ള അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ആ ഒരു കുട്ടിക്കാല ഓർമ്മയിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് ഈ ഒരു പുളിമുട്ടായി അല്ലെങ്കിൽ പുളിജാം എന്നൊക്കെ പറയുന്ന സാധനം. അങ്ങനെ നമ്മൾ 2-3 മുട്ടായികളൊക്കെ കഴിച്ച് കാണിച്ചു. നമുക്ക് എല്ലാം കഴിച്ച് കാണിക്കാൻ പറ്റത്തില്ല, കാരണം എല്ലാത്തിലും മധുരമുണ്ട്, പുളിയുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള മുട്ടായികളാണ്. അപ്പം അതിൽ 2 കളറിലുള്ള നാരങ്ങ മുട്ടായി ഉണ്ട്. നമ്മൾ ഇനി എല്ലാ മുട്ടായികളും കാണിച്ചു തരാം എന്തൊക്കെ ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ 2 കളറിലുള്ള നാരങ്ങ മുട്ടായി ഉണ്ട്. നമ്മുടെ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള 2-3 മുട്ടായികളിലൊന്നാണിത്. നാരങ്ങ മുട്ടായി, അതുപോലെ കടലമുട്ടായി, തേൻ മുട്ടായിയൊക്കെ. അപ്പം നമുക്ക് എപ്പോഴും ഓർമ്മകളിൽ ഉണ്ടാകുന്ന ഒരു മുട്ടായിയാണ് ഈ ഒരു നാരങ്ങ മുട്ടായി. അതുപോലെ തന്നെ നമ്മൾ കട്ടി മുട്ടായി എന്ന് പറഞ്ഞ മുട്ടായി, അതുപോലെ തന്നെ ജീരക മുട്ടായി, അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഷേപ്പിലുള്ള നമ്മുടെ ഈ ഒരു പക്ഷികളും അതുപോലെ തന്നെ മൃഗങ്ങളുടെയൊക്കെ ഷേപ്പിലുള്ള ഇത് മേടിക്കാൻ തന്നെ നമ്മൾ ഈ ഒരു മുട്ടായി മേടിക്കാറുണ്ട്. ആപ്പിൾ ഷേപ്പാണ്. ഇതുപോലെ തന്നെ ഒന്നുകൂടെ ഉണ്ട്, വേറൊരു ഷേപ്പ്, ഒരു പൂവിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ഒരു ചെടിയുടെ ഒക്കെ ഒരു ഷേപ്പുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇതും നമുക്ക് ഏറ്റവും രണ്ടും ഏകദേശം ഒരേ ടൈപ്പ് മുട്ടായി തന്നെയാണ്. അപ്പം നമ്മുടെ കുട്ടിക്കാലത്തെ ഏറ്റവും മനോഹരമാക്കിയ കുറച്ച് മുട്ടായികളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇത് ശർക്കര മുട്ടായി നമ്മൾ പറയും. പണ്ട് കാലത്തുള്ള അല്ലെങ്കിൽ അതിന് മുന്നുള്ള തലമുറ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ഇതിനെ അനാർക്കലി മുട്ടായി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പേര് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇതൊരു ചക്രമാണ്. നമ്മളിപ്പോൾ അഴിച്ച് കാണിക്കുന്നില്ല, കാരണം ഒരുപാട് മുട്ടായികൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കതുകൊണ്ട് മധുരമൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മുട്ടായി നമ്മൾ കഴിച്ച് കാണിക്കുന്നില്ല. അപ്പോൾ ഇതൊരു ചക്രമൊക്കെ ഉണ്ട്, ഇങ്ങനെ നൂലിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ട് നടക്കുന്ന ഒരു കുട്ടിക്കാല ഓർമ്മകളൊക്കെ ഉണർത്തുന്ന ഒരു മുട്ടായിയാണ് ഇതും. അതുപോലെ തന്നെ നമ്മുടെ കൂടെ പഴയ കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നൊരു മുട്ടായിയാണ് ഈ ഒരു മുട്ടായി, ഗ്യാസ് മുട്ടായി എന്ന് പറയുന്നത്. ഇപ്പോൾ അത് പോളോ എന്ന രൂപത്തിലേക്ക്, പോളോ അല്ലെങ്കിൽ അതുപോലുള്ള ഗ്യാസ് മുട്ടായിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പൊതുവേ ഉള്ളൊരു കാര്യം കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പോളോ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 2 സൈസ് മുട്ടായും ഗ്യാസ് മുട്ടായി തന്നെയാണ്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഈ ഒരു മുട്ടായിയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ സ്കൂളിലൊക്കെ വന്ന് ഏകദേശം ഒരു 10ാം ക്ലാസ്സൊക്കെ അല്ലെങ്കിൽ ആ ഒരു
സമയത്ത് എത്തിയപ്പോഴാണ് ഈ ഒരു മുട്ടായി നമ്മൾ കണ്ടു തുടങ്ങുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഇപ്പോഴത്തെ സമയത്ത് ആൾക്കാർക്ക് കുറച്ചുകൂടെ മനസ്സിലാകാൻ വേണ്ടി ജെയിംസ് മുട്ടായി ഉണ്ട്. അപ്പോൾ പല നിറത്തിലാണ്, നമ്മൾ പൊട്ടിച്ച് കാണിക്കുന്നില്ല. അതുപോലെ തന്നെ 7 കളർ അല്ലെങ്കിൽ 6 കളറൊക്കെ ഉള്ള ഒരു പോപ്പിൻസ് ആണിത്. 2 രൂപയാണ് വില. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകളിലൊക്കെ നമ്മൾ കുട്ടിക്കാലത്തെല്ലാം ഒരുപാട് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു മുട്ടായിയാണ്. പല കളറാണ്. ഓരോ കളർ കഴിക്കുമ്പോഴും നാവിന് അതേ നിറം വരും. അതുപോലെ തന്നെ അത് പോപ്പിൻസും നമ്മളത് കുറച്ച് പോപ്പിൻസും ഒക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അവസാനമായിട്ട് നമ്മൾ 2 മുട്ടായിയുടെ കാണിക്കും. ഇത് ബീഡി മുട്ടായി എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് ഒരു മധുരമുള്ളൊരു സംഭവമുണ്ട്. അതുകൊണ്ട് ബീഡി മുട്ടായി എന്ന് പറയും. ഏകദേശം ഒരു ബീഡിയൊക്കെ ഷേപ്പ് ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ ബീഡി മുട്ടായി നമ്മൾ പറയും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മുട്ടായികളിൽ ഏറ്റവും അവസാനം നമ്മൾ നിർത്തുന്ന ഒരു മുട്ടായി എന്ന് പറയുന്നത് കോല് മുട്ടായിയാണ്. അതിപ്പോഴും ഉണ്ട്. ഇപ്പോഴും പല രൂപത്തിൽ പല ഷേപ്പുകളിലൊക്കെ ഉണ്ട്. അപ്പം പല ടേസ്റ്റാണ്. പുളിയുള്ളതുണ്ട്, ചിലപ്പോൾ മധുരമുള്ളതുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന കുറച്ച് മുട്ടായികളാണ്. ഏകദേശം ഒരു 16 ഐറ്റം മുട്ടായികളാണ് ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കണ്ടത്. നിങ്ങളുടെ നാട്ടിൽ ഈ മുട്ടായികളൊക്കെ നമ്മൾ കാണിച്ച ഈ മുട്ടായികൾക്കൊക്കെ നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണ് പറയുന്നത്? നിങ്ങളുടെ കുട്ടിക്കാല ഓർമ്മകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തുടർന്നും നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. ബൈ.